എല്ലാവരോടും കെഞ്ചി പറഞ്ഞ് കൈയും കാലും പിടിച്ചിട്ടാണ് ഒരു വൺ ഡേ ട്രിപ്പ് പ്ലാൻ ചെയ്തത്. നമ്മൾ അങ്ങനെ എവിടെയും പോവാറൊന്നുമില്ല കേട്ടോ. പക്ഷേ ഒന്ന് ഒരുങ്ങിക്കെട്ടി എല്ലാവരെയും കിട്ടുമ്പോഴേക്കിന് നേരം വെളുക്കുമെന്ന് പറഞ്ഞ അവസ്ഥയാണ്. എന്തായാലും ഇന്ന് രണ്ടാം പെരുന്നാളാണ്. അങ്ങനെ ഞങ്ങൾ എല്ലാവരും കൂടെ ഒരു സ്ഥലം വരെ പോകാൻ വേണ്ടിയിട്ട് പ്ലാനൊക്കെ ഇട്ട് സെറ്റാക്കി റെഡി ആയിട്ട് നിൽക്കുകയാണ് കേട്ടോ. അനിയത്തി മാത്രമേ എത്താണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ഓളെ വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ്. അങ്ങനെ ഇതാ ഓളും എത്തിയിട്ടുണ്ട്. നമ്മളങ്ങനെ എപ്പോഴും ട്രിപ്പ് പോകുന്ന ആൾക്കാരൊന്നുമല്ല കേട്ടോ. ഇനിയിപ്പോൾ അഥവാ പ്ലാൻ ചെയ്യുകയാണെങ്കിൽ തന്നെ എല്ലാവരും ഒന്നും കിട്ടാറില്ല. പക്ഷേ ഇപ്രാവശ്യം നമ്മളെൻ്റെ ചെറിയ അനിയനല്ലാത്ത എല്ലാവരും പോകുന്നുണ്ട്. അപ്പം ഞങ്ങൾ എല്ലാവരും ഓനെ മിസ് ചെയ്തു കേട്ടോ. കാരണം ഓൻ മാത്രമല്ല എന്നുള്ളത് ഇടയ്ക്കിടയ്ക്ക് ഞങ്ങളിങ്ങനെ ഓർക്കുന്നുണ്ടായിരുന്നു. ഈ ഒരു ട്രിപ്പിൽ നമ്മുടെ കൂടെ അല്ലാത്ത ഒരാളും കൂടി ഉണ്ട് കേട്ടോ. അനിയത്തിയുടെ ഹസ്ബൻഡ്. ആളെ നമുക്ക് കിട്ടാറേയില്ല, കാരണം അവൻ എപ്പോഴും നാട്ടിലുണ്ടാവാറില്ല. പക്ഷേ അല്ലേ നമ്മുടെ കൂടെ ഇങ്ങനെ എവിടെയെങ്കിലും പോകാനോ അങ്ങനെയൊന്നും ഇതുവരെ പറ്റിയിട്ടില്ല കേട്ടോ. അപ്പോൾ ആളെ നമ്മൾ ഈ ഒരു ടൈമിൽ മിസ് ചെയ്യുന്നുണ്ട്. എപ്പോഴും വിചാരിക്കും എല്ലാവരും കൂടെ ഇങ്ങനെ പോകണം എന്നുള്ളത്. പക്ഷെ നമുക്കത് നടക്കാറില്ല കേട്ടോ. ഇൻഷാല്ലാ എപ്പോഴെങ്കിലൊക്കെ നടക്കുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. ഹൈസിനാണെങ്കിൽ ഉറക്കം വന്നു കേട്ടോ. അപ്പം ഞങ്ങൾ കുറച്ചു നേരം പുറത്തിറങ്ങിയിട്ട് ഷാക്കിറിനെ വെയിറ്റ് ചെയ്ത് നിന്നു. ഓൻ എവിടേക്കൊക്കെയാണ് എന്ന് പറഞ്ഞിട്ട് ഞങ്ങളെ ഇറങ്ങാനുള്ള സമയം മാക്സിമം വൈകിപ്പിച്ചിട്ടുണ്ടായിരുന്നു. ഈ നേരം വൈകുമ്പോൾ കൂടെയുള്ള ആൾക്കാർക്കൊക്കെ ഇങ്ങനെ ഈറ വരാൻ തുടങ്ങും. അങ്ങനെ ഈറ വന്ന് ഒരു ലെവലിലേക്ക് എത്തിയപ്പോഴാണ് കേട്ടോ ഓൻ വന്നത്. അങ്ങനെ എല്ലാവരും വണ്ടി കയറി ഓക്കെ ആയി. എല്ലാവരുടെയും മൂഡൊക്കെ ഒന്ന് സെറ്റായി. ഷാക്കിർ വരാത്തതുകൊണ്ട് കുട്ടി കരയെന്നും പറഞ്ഞിട്ട് ഷായനെ കുറച്ചു നേരം പുറത്തിറങ്ങി നിന്നു കേട്ടോ. അങ്ങനെ ഓന് വന്നു. പക്ഷേ എൻ്റെ ഫാദറിന് പെട്ടെന്ന് ദേഷ്യം വരും. അതുകൊണ്ട് ഇപ്പാനല്ലേ ഭയങ്കര കാര്യമായിട്ട് നമ്മളിങ്ങനെ ഡീൽ ചെയ്യണം, അല്ലെങ്കിൽ ഭയങ്കര പ്രശ്നമാണ്. ഈ പലരും പല സ്വഭാവമായതുകൊണ്ട് ചില വൺ ഡേ ട്രിപ്പൊക്കെ കാര്യമായിട്ട് ഫ്ലോപ്പ് ആവാറുണ്ട്. കുറച്ച് ദൂരം പോയപ്പോഴത്തേക്കിനും ഞങ്ങളുടെ എല്ലാവരുടെയും അസുഖം തുടങ്ങി. വിശക്കുകയാണ്, ദാഹിക്കുകയാണെന്നൊക്കെ പറയുന്നുണ്ട്. അങ്ങനെ ജ്യൂസൊക്കെ വാങ്ങിക്കാൻ വേണ്ടിയിട്ട് ഷാക്കിർ ഇറങ്ങിയിട്ടുണ്ട്. ഹൈസിന് അപ്പോഴേക്കിനെ ഉറങ്ങി കേട്ടോ. പിന്നെ ഫുഡല്ല പിന്നെ എന്തൊക്കെയോ കഴിക്കുകയാണ്. എനിക്ക് ഇങ്ങനെ കഴിക്കാനും കുടിക്കാനും വലിയ താല്പര്യമില്ല. കാരണം എന്താ വെച്ചാൽ എനിക്ക് പെട്ടെന്ന് വൊമിറ്റ് ചെയ്യാൻ വരും. എനിക്ക് യാത്രയൊന്നും പറ്റൂല കേട്ടോ. എന്നാൽ ആരെങ്കിലും എങ്ങോട്ടേലും പോവുകയാണെന്ന് പറഞ്ഞാൽ ഞാൻ ഫ്രണ്ടിലുണ്ടാവും. ഇതിൻ്റെ ഒരു വലിയൊരു കുറ്റമായിട്ട് എല്ലാവരും കാണാറുണ്ട് കേട്ടോ. ഇങ്ങനെ ഛർദ്ദിക്കുകയൊക്കെ ചെയ്യുമ്പോൾ പറയുന്നത് പിന്നെ പെരയിലിരുന്നാൽ പോരെ, എന്തിനാ വന്നതെന്നൊക്കെ ചോദിക്കും. അങ്ങനെ നമ്മൾ നേരെ എത്തിയതില്ലേ വളാഞ്ചേരി മൂന്നാക്കലിലാണ്. അപ്പം അവിടെ പോയി നമ്മൾ ഇവിടെ മക്ബറയും കാര്യങ്ങളൊന്നുമില്ല. പക്ഷെ ഇവിടെ ഒരു പള്ളിയുണ്ട്. അവിടെ വന്നിട്ട് നമ്മൾ കുട്ടീനെ കൊണ്ടുവരാമെന്നുള്ളൊരു നേർച്ച ഉണ്ടായിരുന്നു ഷൈനക്ക്. അപ്പം അതിന് വേണ്ടി വന്നാണ്. അവിടെ ചെന്ന് നമ്മളൊരു യാസീനൊക്കെ ഓതി. ഇവിടെ നിന്ന് ഇങ്ങനെ ഓയിൽ കിട്ടും കേട്ടോ. അപ്പോൾ അതൊക്കെ വാങ്ങി കുട്ടികൾക്കൊക്കെ കൊടുത്തു. കുറച്ച് നേരം അവിടെ ഇരുന്ന് നമ്മൾ യാത്രയുടെ ക്ഷീണവും ഒക്കെ ഒന്ന് മാറ്റി ഒന്ന് റിലാക്സ് ആയിട്ട് അവിടെ ഇരുന്നു കേട്ടോ കുറച്ച് സമയം. കറക്റ്റ് ലുഹർ ബാങ്കിൻ്റെ ടൈമാണ് നമ്മളവിടെ എത്തുന്നത്. അപ്പോൾ ലുഹറൊക്കെ അവിടെ നിന്നാണ് കേട്ടോ എല്ലാവരും നിസ്കരിച്ചത്. അങ്ങനെ അവിടെ നിന്ന് ഇറങ്ങി. ഇവിടെ അടുത്ത് ഉമ്മാൻ്റെ ഏട്ടത്തിൻ്റെ വീടുണ്ട്. ഇനി നമ്മൾ അങ്ങോട്ടാണ് കേട്ടോ പോണത്. നമ്മൾ വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ വലിയ പ്ലാനോ ഇവിടെ വരണമെന്ന് പ്ലാനുണ്ട്. വേറെ പ്ലാനും കാര്യങ്ങളൊന്നുമില്ല. എവിടേക്കെങ്കിലുമൊക്കെ പോവുക. ഒരു വൺ ഡേ ട്രിപ്പ് അത്രയായിട്ട് നമ്മൾ ഉദ്ദേശിച്ചിട്ടുള്ളൂ. മക്കൾക്കൊക്കെ ഒരു എൻ്റർടൈൻമെൻ്റ് ആവുമല്ലോ എന്ന് കരുതി. അങ്ങനെ അതേ ഭയങ്കര വെയിലും ചൂടൊക്കെയാണ് കേട്ടോ. നമുക്ക് ഈ ട്രിപ്പ് പോകാമെന്നൊക്കെ പറയുമ്പോൾ ഭയങ്കര രസമാണെന്ന് വിചാരിക്കും. പക്ഷെ അല്ല, ആകെ കൂടി ഇങ്ങോട്ട് കുഴങ്ങും. കുട്ടികളും കൂടി ഉണ്ടായി പറയും വേണ്ടിയില്ല. പിന്നെ എൻ്റെ പോലെ ഛർദ്ദിക്കണവരും കുഴങ്ങണവരൊക്കെ ആണെങ്കിൽ പിന്നെ അത്രയും പറയണ്ട. ഈ സാധനം ഇടാനൊക്കെ നല്ല രസമാണ് കേട്ടോ. പക്ഷെ കുറേ നടക്കാനൊന്നും പറ്റില്ല ഈ ഹീലിട്ടിട്ട്. പിന്നല്ലേ ഈ ഫ്രണ്ടിലിരിക്കുന്ന രണ്ടുപേരുണ്ടല്ലോ, ഓർക്ക് ഞങ്ങളെയും കൊണ്ട് ആകെ ഇടങ്ങാറായിക്കണു. ഓർക്ക് എ സി ഇട്ടിട്ട് ഗ്ലാസ്സൊക്കെ ഇട്ട് പോകണം. ഞങ്ങൾക്കാണെങ്കിൽ ഗ്ലാസ്സൊക്കെ താത്തി കാറ്റൊക്കെ കൊണ്ടുപോകണം. അപ്പം ഞങ്ങളെ പ്രാഗിയിട്ടാണ് ഒരു വണ്ടി ഓടിച്ചിട്ടുണ്ടായിരുന്നത്. കാരണം അത്രയും ചൂടായിരുന്നു കേട്ടോ. അവരെ പറഞ്ഞിട്ട് കാര്യമില്ല. പക്ഷേ എനിക്കാണെങ്കിൽ വണ്ടി ഇങ്ങനെ അടച്ചു കൂട്ടിയിരുന്ന് കഴിഞ്ഞാൽ ഛർദ്ദിക്കാൻ വരും. അങ്ങനെ ഞങ്ങളില്ലേ തല്ലൊക്കെ കൂടി ഒരു വഴിക്കായിട്ട് മൂത്തമ്മാൻ്റെ വീട്ടിലെത്തിയിട്ടുണ്ട് കേട്ടോ. അവിടെ എത്തിയപ്പോൾ തന്നെ ഈ ചെറുക്ക ഡ്രസ്സൊക്കെ ഊരിട്ടിട്ട് അവിടുത്തെ ഒരാളായിട്ട് ഞങ്ങൾ ട്രീറ്റ് ചെയ്യാൻ വേണ്ടി ഇരിക്കുകയാണ്. എൻ്റെ വീഡിയോയിൽ ഷാക്കിറിനെ കാണുമ്പോൾ എല്ലാവരും ചോദിക്കലുണ്ട് ഏതാണ് ചെറുക്കൻ, എവിടുത്തെയാണ് ചെറുക്കൻ എന്നൊക്കെ. അതല്ല, ഓനെ കുറച്ച് ആൾക്കാർക്കൊക്കെ അറിയാം കേട്ടോ. ഓന് ഈ മല്ലു ഫാമിലിയുടെ വീഡിയോസിലൊക്കെ വരുന്നുണ്ട്. അപ്പോൾ എൻ്റെ അനിയനാണ്, അതാണ് ഈ ചെറുക്കൻ ഇതിൽ. അങ്ങനെ അവിടെ എത്തി നമ്മളെല്ലാവരും കൂടെ ഒരുമിച്ചിരുന്ന് ഫുഡൊക്കെ കഴിച്ചു. എൻ്റെ അനിയത്തില്ലേ അവിടുന്ന് കൊടുത്തിയ ഫോട്ടോ എടുക്കലാണ് കേട്ടോ. ഞാൻ മാത്രം ഇപ്രാവശ്യം ഫോട്ടോ എടുത്തില്ല, വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നു. പക്ഷേ പിക്കും കാര്യങ്ങളൊന്നും ഞാൻ വല്ലാതെ എടുത്തില്ല. എന്താ അറിയില്ല, അതിനുള്ളൊരു മൂഡൊന്നും ഇല്ല എനിക്കിപ്പോൾ. എൻ്റെ മൈൻഡൊക്കെ വേറെ എന്തൊക്കെ ആയിക്കണു, ഒരു താല്പര്യമില്ലാത്ത പോലെ. എന്നിട്ട് എന്നെ കൂട്ടാതെ പോലെ രണ്ടുപേരും കൂടെ സെൽഫി വീഡിയോ ഒക്കെ എടുത്തു കേട്ടോ. പക്ഷെ ഞാൻ പരാതി പറയാൻ പോയില്ല. എന്തെങ്കിലും ആവട്ടെ അല്ലേ, അവരവരുടെ സന്തോഷങ്ങൾ അവരവരുടെ എന്തെങ്കിലുമൊക്കെ ചെയ്ത് ഉണ്ടാക്കട്ടെ എന്ന് കരുതി ഞാനിങ്ങനെ കുട്ടികളെ വെറുപ്പിച്ചിട്ടും എന്തെങ്കിലുമൊക്കെ തിന്നിട്ടും ഇങ്ങനെ ജീവിക്കല്ല, സമയം കളയാണ്. അത് കഴിഞ്ഞിട്ട് ഉമ്മാരൊക്കെ ഫുഡ് കഴിക്കായിരുന്നു കേട്ടോ. അതിൻ്റെ ഇടയിൽ ചായന് തിന്നതൊക്കെ ദഹിച്ചു എന്ന് പറഞ്ഞിട്ട് പിന്നെയും പോയി തിന്നുന്നുണ്ട്. പണ്ട് ഞാൻ ഇതേ സ്വഭാവമൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ ഈ യാത്ര ചെയ്യുമ്പോൾ അല്ലേ ഫുഡിനോട് വലിയ താല്പര്യം ഉണ്ടാവില്ല കേട്ടോ. വെറുതെ ഇങ്ങനെ വീട്ടിലിരിക്കുകയാണെങ്കിൽ നല്ല തീറ്റൊന്നും, അല്ലെങ്കിൽ ഇങ്ങനെ ആകെ കൂടെ കുഴങ്ങി ഒരു പരിവാവും. ഇവിടെ ഒരു ചെറിയൊരു ഊഞ്ഞാലുണ്ട്. കുട്ടികളൊക്കെ ഇരുന്ന് ആടുന്നുണ്ട്. അപ്പോൾ ഞാനൊന്ന് ഇരുന്നാണ്. പക്ഷെ ഇത് ഹൈറ്റ് ഇല്ല, ഇങ്ങനെ നിരങ്ങാനേ പറ്റുള്ളൂ. അപ്പോൾ കുറച്ച് നേരം അതിലിരുന്ന് ഇങ്ങനെ ആടി.
പൊട്ടൊന്നുമില്ല കേട്ടോ, നല്ല കനമുള്ള സാധനമൊക്കെ ഇടാൻ പറ്റിയത് ഊഞ്ഞാലാണ്. എന്തായാലും ഹൈസൂന് ഇവിടെ ഭയങ്കരമായിട്ട് ഇഷ്ടമായിട്ടുണ്ടായിരുന്നു. ആനാക്കൊണ്ട സിനിമയിൽ മറ്റേ ഒരു കൊക്കടകളൊന്ന് പൂ പറിക്കാൻ പോണ പോലെ പോയതാണ് ടോന്. സത്യം പറഞ്ഞാൽ അപ്പുറത്തൊരു പാമ്പിൻ്റെ വാളയൊക്കെ കിടക്കണുണ്ട്. ഏതാണ്ടൊരു ആനാക്കൊണ്ടയുടെ സിനിമയുടെ ഒക്കെ ഒരു ഫീല്. ഓനിക്കാണെങ്കിൽ അതൊന്നും മെയിൻ്റ് ഇല്ല കേട്ടോ. അങ്ങനെ ഞാനും എൻ്റെ പിന്നാലെ ഇങ്ങനെ നടന്നു, പരിചയമില്ലാത്ത എവിടെയെങ്കിലും പോയി ചാടണ്ടെന്ന് കരുതിയിട്ട്. ഈ വീട്ടിൽ വരുമ്പോൾ ഞങ്ങൾക്ക് ചെറുപ്പത്തിലെ കുറേ മെമ്മറീസും കുറേ എന്താ സന്തോഷങ്ങളും സങ്കടങ്ങളും ഇങ്ങനെ അയവിറക്കാൻ പറ്റും. കാരണം ഞങ്ങൾ ചെറുപ്പമൊക്കെ ഞങ്ങളിവിടെ അടിപൊളിയായിട്ട് എൻജോയ് ചെയ്തിട്ടുണ്ട്. എപ്പോഴും വെക്കേഷൻ ഇവിടെയൊക്കെ ആയിട്ട് വരിക. അതുകൊണ്ട് ഞങ്ങൾക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു സ്ഥലമാണിത്. അങ്ങനെ ക്യാമറയൊക്കെ ഒന്ന് കൊടുത്തു സയാൻ്റെ അടുത്ത് വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട്. ഓൻ അതും വാങ്ങി ഒരൊറ്റ ഓട്ടോ കേട്ടോ. ഇടയ്ക്ക് എൻ്റെ ക്യാമറാമാൻസ് ഈ കുട്ടീസൊക്കെയാണ്, പക്ഷെ ഓലിങ്ങനെ എടുത്ത് തരാറൊക്കെ ഉണ്ട്. പക്ഷേ സയാൻ ഇങ്ങനെ സൂം ചെയ്ത് കളിക്കൂട്ടോ, അതെനിക്കിഷ്ടമല്ല. അതുകൊണ്ട് ഞാൻ മാക്സിമം അവൻ്റെ അടുത്ത് കൊടുക്കാതിരിക്കാൻ നോക്കും. അപ്പോൾ ഓൻ പറയും വെച്ച് എനിക്ക് മാത്രം വീഡിയോ എടുക്കാൻ തരില്ല എന്നൊക്കെ പറഞ്ഞ് കരയാൻ തുടങ്ങും. അങ്ങനെ എൻ്റെ പെരുന്നാൾ ഡ്രസ്സ് എങ്ങനെ ഉണ്ട് എന്നുള്ളത് നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ. ആഫ്റ്റർ എ ലോങ് ടൈം ഞാൻ ഇപ്പോഴാണ് ജീൻസൊക്കെ ഇടുന്നത്. പണ്ട് ഞാൻ എപ്പോഴും ഇടായിരുന്നു, ഇപ്പം ഞാൻ ഇടാറില്ല. എന്തിനാ ഇപ്പോൾ ഇടാണ്ടിരിക്കണമെന്നൊക്കെ തോന്നിയിട്ട് ഇപ്രാവശ്യം എടുത്തതാണ്. പക്ഷേ ഇട്ട് കഴിഞ്ഞപ്പോൾ എനിക്ക് എന്തൊക്കെ പോലെ തോന്നുന്നുണ്ട്. എന്താണെങ്കിലും നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യണേ. അങ്ങനെ ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങിയിട്ടോ, ഫുഡൊക്കെ കഴിച്ചൊന്ന് റിലാക്സായി കുറേ നേരം സംസാരിച്ചു, വിശേഷങ്ങൾ ഷെയർ ചെയ്തു, അങ്ങനെയൊക്കെ ചെയ്തു. ഇപ്പോഴൊക്കെ എപ്പോഴെങ്കിലും അങ്ങോട്ടൊക്കെ വരുള്ളൂ. ഇപ്പോൾ ഫുള്ള് തിരുവനന്തപുരത്താണ്, എപ്പോഴെങ്കിലൊക്കെ ലീവിനൊക്കെ വരുള്ളൂ. അപ്പോൾ ഈ പെരുന്നാളായപ്പോൾ എല്ലാവരും കൂടെ ഒരുമിച്ച്, നേരത്തെ പറഞ്ഞ പോലെ ചെറിയ അനിയൻ മാത്രമല്ല, ആ ഒരു കുറവുണ്ട്, ബാക്കി എല്ലാവരും ഉണ്ട്. അപ്പം ക്യാമറമാൻ തീരെ ശരിയല്ലാത്തതുകൊണ്ട് വീഡിയോ ക്ലിപ്സൊക്കെ എന്തൊക്കെ ആയിട്ടുണ്ട്. സാരല്ല, ഞങ്ങളാക്കൊന്ന് ഇഗ്നോർ ചെയ്യാം കേട്ടോ. അങ്ങനെ നമ്മളെല്ലാവരും വണ്ടി കയറി. ഞാൻ ഫ്രണ്ടിലിരുന്നിട്ടുണ്ട്. എനിക്ക് വണ്ടി കയറി ഫ്രണ്ടിലിരുന്നിട്ടില്ലെങ്കിൽ ഉറക്കമില്ല. അതിന് ഞാനും ഷാക്കറും കൂടെ കുറേ തല്ലുകൂടിട്ടോ. ഓനിക്ക് ഫ്രണ്ടിലിരിക്കണം, എനിക്കും ഫ്രണ്ടിലിരിക്കണം. ഞാൻ എന്നിട്ട് ഛർദ്ദിക്കണ പേരും പറഞ്ഞിട്ട് ഈ ഫ്രണ്ട് അത് നീച്ചു കൊടുക്കൂല. അങ്ങനെ ഞങ്ങളില്ലേ നേരെ പോയത് കർമ്മ റോഡാണ്. നല്ല വെയിലായതുകൊണ്ട് ഷാക്കിറിനും അർഷാക്കിനും ഞങ്ങളവിടെ ഇറക്കാൻ തീരെ താല്പര്യമില്ല കേട്ടോ. അവർ നേരെ ഞങ്ങളെ ഏതോ ഒരു ബീച്ച് കൊണ്ടുപോയി. ഇവിടെ ഞാൻ കുറേ ചോറും മീനും എന്നുള്ള ബോർഡൊക്കെ കണ്ടു. ഞാനിങ്ങനെ റീൽസിലും വീഡിയോസിലൊക്കെ കണ്ടിട്ടുള്ളൂ. ശരിക്കും പറഞ്ഞാൽ എനിക്ക് അവിടുന്ന് ഫുഡ് കഴിക്കണം എന്നൊക്കെ നല്ല ആഗ്രഹം ഉണ്ടായിരുന്നു കേട്ടോ. പക്ഷേ ഫുഡ് കഴിച്ചിട്ട് വയറൊക്കെ ടമ്പറായിട്ട് നിൽക്കുകയാണ്. അപ്പോൾ നമ്മൾ ചായ കുടിക്കാമെന്ന് കരുതി. അങ്ങനെ ചായയൊക്കെ കുടിച്ചിട്ടോ. അപ്പോൾ ഇതൊരു നല്ല രസമാണ് കേട്ടോ അങ്ങനെ കാണാൻ. അപ്പോൾ വെയിലായിരിക്കും നല്ല ഭംഗി ഉണ്ടാവും. ഇപ്പോൾ തിരക്കൊന്നുമില്ല, പക്ഷേ നമുക്കിപ്പോൾ ഇവിടെ ഇറങ്ങാൻ പറ്റില്ല. അത് ബോട്ടിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ട് ഇവിടെ. അപ്പോൾ ബോട്ടിങ്ങിലൊക്കെ പോകാമെന്നൊക്കെ പറഞ്ഞ് തിരിച്ചു വരുമ്പോൾ നമുക്ക് അതൊക്കെ ചെയ്യാമെന്ന് പറഞ്ഞിട്ടാണ് ഈ കൊണ്ടുപോയത്. പക്ഷെ അതൊന്നും നടന്നില്ല. തിരിച്ചു വരുമ്പോൾ ഈ റോഡിനില്ലേ ഭയങ്കര ബ്ലോക്ക് ആയിരുന്നു. നമുക്ക് ഇങ്ങോട്ട് കയറാനേ പറ്റിയില്ല. ഞങ്ങൾ വേറെ ഏതോ വഴി കൂടെയാണ് നമ്മുടെ നാട്ടിലേക്ക് എത്തിയത്. അപ്പോൾ ആ ഒരു പ്ലാന് ഫ്ലോപ്പായി. അങ്ങനെ ഞങ്ങൾ ബീച്ചിലെത്തിയപ്പോൾ അവിടെയും പൊരിഞ്ഞ വെയിൽ. എന്നാൽ ഭയങ്കര തിരക്കും കേട്ടോ. പെരുന്നാളായതുകൊണ്ട് എല്ലാവരും ഈ ഒരു വൺ ഡേ ട്രിപ്പിന് ഇറങ്ങിയിരിക്കുകയാണ്. അപ്പോൾ ഞാൻ അങ്ങനെ വിചാരിച്ചിട്ട് നമ്മുടെ ഈ വീഡിയോക്കല്ല നമ്മുടെ ഈ ഒരു ട്രിപ്പിനുണ്ടായ എല്ലാ പ്രോബ്ലംസും എല്ലാ ഫാമിലിയിലും ഉണ്ടാവും. അതായത് കച്ചറ ഉണ്ടാവും എന്നുള്ളത് ഞാൻ അങ്ങനെ ആലോചിച്ചു. ഹൈസു നല്ലൊരു ഉറങ്ങി നീറ്റപ്പോൾ കടലാണ് കേട്ടോ കണ്ടത്. ഓനിക്ക് കടലൊന്നും അറിയില്ല. ഓൻ ആദ്യമായിട്ടാണ് ബുദ്ധിയല്ല കുറച്ചൊക്കെ ബുദ്ധിയുണ്ട് കടൽ കാണാൻ വരുന്നത്. അങ്ങനെ ഇതെല്ലാവരും വെറുതെ ഇങ്ങനെ നടക്കുകയാണ്. ഈ നടക്കുന്നതിൻ്റെ ഇടയിൽ ഷാക്കിറിനെ ആരൊക്കെ തിരിച്ചറിയുന്നുണ്ടായിരുന്നു. ഏതൊക്കെ ഗേൾസ് ഇങ്ങനെ അതാ ചെക്കനതാ പോകണമെന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. ഓനക്കാണെങ്കിൽ അതൊക്കെ കണ്ടപ്പോഴത്തേനും കൊണ്ടുപോകാൻ വലിയ ആളായി. അപ്പോൾ പിന്നെ നമ്മളൊന്നും ആരുമല്ലടോ, നമ്മളൊന്നും ആരും തിരിച്ചറിയില്ല. പക്ഷെ എന്നാലും എന്നെ എവിടുന്നേലൊക്കെ ആരെങ്കിലൊക്കെ കണ്ടാലിങ്ങനെ യൂട്യൂബ് ചാനലുള്ള ആളല്ലേ എന്നൊക്കെ ചോദിക്കട്ടെ എന്നോട്. അപ്പോൾ എനിക്കാകെ മടിയാവും ഗൈസ്. അങ്ങനെ ഞങ്ങളിതൊക്കെ ഇങ്ങനെ കുടിക്കുക തിന്നുക ഒക്കെ ചെയ്തു. പിന്നെ നമ്മുടെ വണ്ടി നിർത്തിയപ്പോൾ പിന്നെ ചടപടന്നെ വണ്ടികൾ അപ്പുറത്തൊക്കെ കൊണ്ടുവന്ന് നിർത്തിയിട്ട് അതിൻ്റെ ഇടയിൽ ഒരു വണ്ടി മണൽ താന്നു. അവിടെ ആകെക്കൂടെ സീൻ. അർഷാക്ക് പോയി, ഷാക്കിർ പോയി, ഇപ്പ പോയി, ആര് പോയിട്ട് കാര്യം ഉണ്ടായിരുന്നില്ല. അവിടെ അത് പെട്ട് കിടക്കിയിരുന്നു. വെയിലായതുകൊണ്ട് മക്കളൊക്കെ കുറച്ച് നേരം ഞാൻ കാറിലിട്ടു. പിന്നെ പറഞ്ഞാൽ കേൾക്കാത്ത രണ്ടെണ്ണം ഉണ്ടായിരുന്നു നമ്മുടെ കൂടെ, ലിയമോളും ഇസാനും. ഓരപ്പ പൊരിയും വെയിലത്ത് കടലിൽ ഇറക്കി കേട്ടോ. ഇപ്പം അത് ഭയങ്കര പേടിയാണ്. അതുകൊണ്ട് ഉപ്പെന്നെ കൊണ്ടുപോകാന്ന് പറഞ്ഞിട്ട് ഉപ്പെന്നെ കൊണ്ടുപോയിട്ടുണ്ട്. ഞാൻ പിന്നെ എന്താ അറിയില്ല, കടലിങ്ങനെ വെറുതെ നിന്ന് കാണാനായിരുന്നു ആഗ്രഹം. ഞാൻ ഇറങ്ങൊന്നും ചെയ്തില്ല. പ്രത്യേകിച്ച് എൻ്റെ ഡ്രസ്സ് നനഞ്ഞു കഴിഞ്ഞാലുള്ള ഒരു ഇതൊക്കെ ഇഷ്ടമല്ല, നനവും മണലും. ഞാൻ ഇങ്ങനെ ഒരു ഭാഗത്ത് നിന്ന് കണ്ടു കേട്ടോ. ഭയങ്കര രസമാണ് ഇങ്ങനെ കടൽ നോക്കി നിൽക്കാൻ. അർഷാക്ക് ഉപ്പയൊക്കെയാണ് കുട്ടികളെ കളിപ്പിച്ചത്. പിന്നെ ഈ സൂര്യൻ ഈ കടൽ താന്നിട്ടേ പോവുള്ളൂ എന്നുള്ളൊരു വാശിയിൽ ഇങ്ങനെ നിൽക്കുകയാണ് ഞങ്ങൾ. പിന്നെ കുറേ കഴിഞ്ഞിട്ടാണ് വെയിൽ പോയത്. 5:30 6 മണിയായിട്ടും വെയിൽ ഈറാന്നു എനിക്ക്. അങ്ങനെ ഹൈസൂന് കടൽ തീരെ പറ്റിയിട്ടില്ല. എനിക്ക് പേടി. സാധാരണ വെള്ളം കണ്ടാൽ ഭയങ്കരമായിട്ട് ആഹ്ലാദിക്കുന്നൊരു കുട്ടിയാണ്. പക്ഷെ ഇപ്പം ഇറങ്ങണേ ഇല്ല കേട്ടോ ഒക്കത്തുനിന്ന്. ഓനക്ക് കടലും ആ തിരമാലയും ആ സൗണ്ടൊക്കെ കണ്ടിട്ട് അവൻ ആകെ പേടിച്ചു. എത്ര ശ്രമിച്ചിട്ട് ഓനും കടലുമായിട്ടൊരു ജോയിൻ്റ് ഉണ്ടാക്കാൻ ഞങ്ങൾക്ക് പറ്റിയില്ല. പിന്നെ ഇനിയിപ്പോൾ കുറച്ച് വലുതാകുമ്പോൾ വരാമെന്ന് കരുതി കേട്ടോ. എൻ്റെ അമ്മയൊക്കെ ഇറങ്ങിക്കണു കേട്ടോ. നമ്മളിപ്പോഴും കരയിൽ. അങ്ങനെ വീണ്ടും ഒരു വണ്ടി എവിടെയോ വന്ന് പെട്ടു.
പക്ഷേ ഈ വണ്ടി അവർ പെട്ടെന്ന് തന്നെ ശരിയാക്കിട്ടോ. മറ്റേത് അവിടെ തന്നെ വന്ന് പിന്നെ ഒരു കയറൊക്കെ കെട്ടി വലിച്ചിട്ടൊക്കെയാണ് റെഡിയാക്കിയത്. പിന്നെ മക്കളുടെ ഡ്രസ്സൊക്കെ ആകെ നനഞ്ഞ് മണലും ആകെ കൂടി എരപ്പായി. വേറെ ഡ്രസ്സൊന്നും എടുക്കുകയും ചെയ്തില്ല. പിന്നെ ഇവരുടെയൊക്കെ ഓരോ പിക്കൊക്കെ ഞാൻ അവിടെ നിന്ന് എടുത്തു കേട്ടോ. അപ്പോഴും ഞാൻ എൻ്റെ ഫോട്ടോസൊന്നും എടുത്തിട്ടുണ്ടായിരുന്നില്ല. പിന്നെ ദേ കടലിലോട്ട് സൂര്യൻ താഴാറായി. ഷാക്കിറിനൊന്നും ഇങ്ങനെ കിട്ടാറേ ഇല്ല കേട്ടോ ഞങ്ങൾക്ക്. പ്രാവശ്യം എന്തായാലും ആൾ നമ്മുടെ കൂടെ കൂടിയിട്ടുണ്ട്. പിന്നെ ഞാൻ ഇടയ്ക്ക് നടക്കുമല്ലോ ഐസ്ക്രീമൊക്കെ ഇങ്ങനെ വാങ്ങി തിന്നുണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് വരാൻ നേരത്തില്ലേ എന്താ പറയുക, ബ്ലോക്ക് നല്ലോണം കൂടി. അപ്പോൾ വണ്ടിയൊന്നും അവിടെ നിന്ന് എടുക്കാൻ പറ്റിയില്ല നമുക്ക്. അപ്പോൾ അവിടെ ഇങ്ങനെ പടക്കമൊക്കെ പൊട്ടിക്കണ്ടായിരുന്നു. പെരുന്നാളായതുകൊണ്ടാണ് തോന്നുന്നു. അപ്പോൾ കുറച്ച് നേരം ഞങ്ങൾ പടക്കം പൊട്ടിക്കണമൊക്കെ ഇങ്ങനെ നോക്കി നിന്നു. നന്നായിട്ട് വിശക്കാൻ തുടങ്ങിയപ്പോഴാട്ടോ നമ്മൾ അവിടെ നിന്ന് ഇറങ്ങിയത്. പക്ഷേ ഒരു ഹോട്ടലിലും ഫുഡ് ഉണ്ടായിരുന്നില്ല. നമ്മൾ ആ ഒരു ബീച്ചിൽ നിന്ന് തിരയാൻ തുടങ്ങിയിട്ട് ചെർപ്പളശ്ശേരി വന്നിട്ടാണ് നമുക്ക് കുറച്ച് നെയ്ച്ചോറ് കിട്ടിയത്. അപ്പോൾ ഞാൻ ഇങ്ങനെ ആലോചിച്ചിട്ട് എന്താണ് നമുക്ക് ഫുഡിന് ഇത്ര എന്താ പറയുക കിട്ടാത്തൊരവസ്ഥ വന്നതെന്നുള്ളത്. പിന്നെയാണ് നമ്മുടെ ഗ്യാസിൻ്റെ അഭാവം യുദ്ധമൊക്കെ ഓർമ്മ വന്നത്. അപ്പോൾ അത്രയൊക്കെയാണ് നമ്മുടെ പെരുന്നാളും ട്രിപ്പൊക്കെ ആയിട്ടുള്ള വിശേഷങ്ങൾ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ ഇൻഷാ അല്ലാഹ് ഞാൻ വേറൊരു വീഡിയോ ആയിട്ട് വരാം കേട്ടോ. അപ്പോൾ അതുവരെ എല്ലാവർക്കും ടാറ്റാ.